ക്രിപ്റ്റോ ഗോൾഡ് ട്രേഡിംഗിന്റെ മറവിൽ 500 കോടിയുടെ വമ്പൻ തട്ടിപ്പ്. ക്ലബ് മോസ് അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് കേസ്. പാണക്കാട് കുടുംബത്തിന്റെ പേരും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഗോൾഡ് ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന്റെ മറവിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നും 500 കോടിയിലധികം രൂപ തട്ടിയെടുത്ത് അബ്ദുൾ ഹക്കീമും സംഘവും. പാണക്കാട് കുടുംബത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തും ഇയാൾ പലരിൽ നിന്നായി കോടികൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഹക്കീമിനെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരിക്കെയാണ് തട്ടിപ്പിന് ഇരയായവർ. ക്ലബ് മോസ്, ട്രേഡ് മോസ് എന്നീ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേര് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. പാണക്കാട് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് താനെന്ന് അവകാശപ്പെട്ട അബ്ദുൾ ഹക്കീം പാണക്കാട് കുടുംബത്തിന്റെ വിശ്വാസ്യത ദുരുപയോഗം ചെയ്താണ് നിക്ഷേപകരിൽ വിശ്വാസ്യത വളർത്തിയതെന്ന് തട്ടിപ്പിന് ഇരയായവർ ആരോപിക്കുന്നു. തനിക്ക് 5000 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500 കോടിയോളം സമാഹരിച്ചത്. ഹക്കീമിനെതിരെയുള്ള പരാതിയെ തുടർന്ന് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. പാലക്കാട് ജില്ലയിലെ കോട്ടായി, കൊപ്പം പോലീസ് സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 318(4), 3(5), ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. പാലക്കാട് കോട്ടായി കീഴത്തൂർ സ്വദേശി 44 വയസ്സുള്ള അനുരാജിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കോട്ടായി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023 മുതൽ 2025 വരെയുള്ള കാലയളവുകളിലാണ് അനുരാജിൽ നിന്ന് അബ്ദുൾ ഹക്കീം പണം തട്ടിയെടുത്തിരിക്കുന്നത്. ട്രേഡ് മോസ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ചാൽ പ്രതിദിനം 0.4% വീതം തുടർച്ചയായി 750 ദിവസം ലാഭം നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ഹക്കീം പണം വാങ്ങിയത്. ഇതുകൂടാതെ പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി നിരവധി ആളുകളിൽ നിന്ന് ക്രിപ്റ്റോ ഗോൾഡ് ട്രേഡിംഗിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പരാതികളുണ്ട്. കൊച്ചിയിലെ പ്രമുഖ ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയിൽ ഹാളുകളും മുറികളും ദീർഘകാലത്തേക്ക് വാടകയ്ക്കെടുത്ത് വൻതോതിലാണ് പദ്ധതിയുടെ പ്രചാരണം നടത്തിയിരുന്നത്. കമ്പനിക്ക് സ്ഥിരമായ ഓഫീസുകൾ ഒന്നുമില്ലായിരുന്നു. തട്ടിപ്പിന്റെ സൂത്രധാരനായ അബ്ദുൾ ഹക്കീം നിയമപരമായ നടപടികളിൽ നിന്നും നേരിട്ട് ഒഴിവാകാൻ എൽദോ, ഷാവാഫ് തുടങ്ങിയ വ്യക്തികളെ പ്രമോഷനിൽ മുന്നിൽ നിർത്തി പ്രവർത്തിച്ചു. പണം തിരികെ ചോദിച്ചെത്തുന്ന നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയും സംഘം സ്വീകരിച്ചതായി പരാതിക്കാർ പറയുന്നു. പണം തിരികെ തരാമെന്ന് തീയതികൾ മാറ്റിപ്പറഞ്ഞ് കേസ് കൊടുക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ പോലീസിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് FIRകൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം.